ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുത്താലോ. ഈ ഒരു ചിക്കൻ ഫ്രൈ പുറത്തേക്കെല്ലാം മൊരിഞ്ഞിട്ടായിരിക്കും, ഉള്ളിലേക്ക് നല്ല ജ്യൂസി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാവുക. അതുമാതിരി പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചതച്ചത് ഓൾറെഡി ഉള്ളതുകൊണ്ട് അതൊരു ടീസ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയില ഇതുപോലെ അങ്ങ് മുറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂണ് വലിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് നിങ്ങൾ ക്രഷ് ചെയ്ത് കൊണ്ടുവരില്ല, ആ രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനിലേക്കുള്ള അളവാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ഇതിലേക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചില്ലി ഫ്ലേക്സ് അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് നമ്മൾ വറ്റൽമുളക് ചേർത്തുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മുട്ട കൂടെ ചേർത്താൽ നമുക്ക് ആ ഒരു മസാലയൊക്കെ പുറത്ത് പോവാതെ നല്ലതായിട്ട് ഈ ഒരു ചിക്കനിൽ തന്നെ കോട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒരു മുട്ട തന്നെ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തേക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണെങ്കിൽ എത്രയും ബെറ്റർ അതാണ് കേട്ടോ, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓരോ ചിക്കൻ പീസിലും മസാലയ്ക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുന്നത്, ഓയിലാണെങ്കിൽ ഓയിലും ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ബാച്ചായിട്ടാട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഒരേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാതെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2ാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം വെളിച്ചെണ്ണയിൽ അതിന് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ് ചെയ്ത് നിർബന്ധമൊന്നുമില്ല, ശരി കാണാനൊരു ഭംഗിയും ഒക്കെ ഒരു ഫ്ലേവർ, ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ചൂടോടുകൂടെ കഴിക്കുമ്പോൾ പുറമേക്ക് ഭയങ്കര ഒരു മൊരിഞ്ഞ, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെൻഡറായിട്ടുള്ള ചിക്കനായിട്ട് നമുക്ക് കിട്ടാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്